അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ചിലവുള്ള പ്രശ്നമോ പ്രൈവസിയുടെ പ്രശ്നമോ ഒന്നും അല്ലത്. മറ്റുള്ളവർ മനസ്സിലാക്കുവാണെങ്കിൽ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരിടത്ത് കാര്യം പറഞ്ഞിരിക്കുന്ന കണ്ടാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അറിയുന്ന ചുറ്റുപാടുള്ള സമൂഹമാണ് അവർക്ക് ആ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും നമ്മൾ കാണിക്കുന്ന മര്യാദയല്ലേ. അത് നമ്മൾ പ്രണയിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുന്നുണ്ടല്ലേ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നത്, സ്ഥലമില്ലാതായി പോകുന്നത്. അല്ലെ ബീച്ചിലും പാർക്കിലും ഒക്കെ ആൾക്കാർ ഇരുന്ന കാര്യം പറയത്തില്ലേ. അല്ല ഓയോ റൂം ബുക്ക് ചെയ്ത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമല്ല ഈ പ്രൈവസി അവർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ളത് ഈ സമൂഹത്തിന്റെ തിരിച്ചറിവല്ല, തെരഞ്ഞെടുപ്പില്ലാത്ത സമൂഹത്തിന്റെ പ്രോബ്ലമാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വലിയ സിസ്റ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോഴാണ് ഇത്രയും ചെലവ് വരുന്നത്. അധോലോകത്ത് പ്രണയം നടത്തേണ്ടി വരും. അതാണ് പറയുന്നത്. നമ്മൾ ജയിലിനകത്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിനകത്ത്, പരസ്പരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടിനകത്ത്, പരസ്പരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാടിനകത്ത്, തട്ടായിട്ട് ആൾക്കാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനകത്ത്, ചോയ്സസ് ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് പ്രണയിക്കാൻ പോകുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞത്. ജനാധിപത്യപരമായ ഒരു സമൂഹത്തിനകത്ത് തെരഞ്ഞെടുപ്പാണ് കീ. ഇണയെ ജനപ്രതിനിധികളെ, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇണയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ചോയ്സസ് ഉള്ള സമൂഹത്തിനകത്ത് ഈ പറഞ്ഞ വലിയ ആവശ്യങ്ങളൊന്നുമല്ല. ആൾക്കാർക്ക് എവിടെയും ഒന്നിച്ചിരിക്കാൻ പറ്റും, അവർക്ക് ഒന്നിച്ച് ഉമ്മ വെച്ചിരിക്കാൻ പറ്റും. കാരണം മറ്റൊരാൾ കാണുന്ന സമയത്ത് അവരത് ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. ആ ഒഴിഞ്ഞു പോകുന്നതിന് പകരം ഗ്ലാസും വെച്ച് ക്യാമറയും വെച്ച് അവിടെ പോയി സംഘം ചേർന്ന് അവരെ ഉപദ്രവിക്കുന്നവരായിട്ട് മാറുന്ന സമൂഹത്തിൻ്റെ നടുവിൽ നിൽക്കുന്നവരുടെ പ്രശ്നമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ട് കാര്യമാണ്. അപ്പോൾ ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കേണ്ട ആവശ്യം ഇന്ന് നമുക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് പരസ്പരം മര്യാദയ്ക്ക് പെരുമാറുന്നത്, ഇണകളാകുന്നത് എങ്ങനെയാണെന്ന്. അതിനെയാണ് നമ്മളിന്ന് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പഠിപ്പിക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഈ ലിംഗവും യോനിയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് അവർ കാണുന്നത്. അതിനപ്പുറത്ത് അവർക്ക് അറിയില്ല. മറ്റേതങ്ങനെ അല്ല. രണ്ടുപേര് തമ്മിൽ പരസ്പരം അറിയുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സുണ്ട്. ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സിനകത്തുള്ള ഒരു പാർട്ട് മാത്രമാണ് ലൈംഗിക ബന്ധം. അല്ലാതെ അത് അതിൻ്റെ കൾമിനേഷനൊന്നുമല്ല, അവസാനവുമല്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് പറയാനൊക്കത്തില്ല എന്ന് പറയുന്നത് വരെ പറയിപ്പിക്കുന്നതിൻ്റെ വരുന്നത് അങ്ങനെയാണ്. ഇതല്ല. പരസ്പരം അറിയുക എന്ന് പറയുന്നത് നമ്മളൊരു തെരഞ്ഞെടുക്കാനായിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരു കൊച്ചു ഇത് തരുവർ തിന്നു നോക്കാൻ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മളത് മേടിക്കുന്നത്. കടയിൽ പോയി ആ തെരഞ്ഞെടുപ്പ് നിഷേധിച്ച സമൂഹത്തിൻ്റെ അകത്തെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. അത് തട്ട് സമൂഹത്തിനകത്ത് പ്രണയമില്ല, പ്രണയമല്ല അത്. വേലിക്ക് നിന്ന് മിണ്ടുന്നതല്ല പ്രണയം. കത്ത് എഴുതി അയച്ചിട്ട് എന്താണ് പ്രേമലേഖനം എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന് പ്രണയമില്ല. അത്രയൊന്നും എഴുതിയ അതൊന്നും അല്ല പ്രണയം. പരസ്പരം അറിയേണ്ടതുണ്ട്. അറിയാൻ അനുവദിക്കാത്ത സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. അത് വേറെ കാര്യമാണ്. അതിനകത്ത് നടക്കത്തില്ല. സ്വാതന്ത്ര്യമില്ലാത്ത വീടുകളും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യമില്ലാത്ത റോഡുകളും ഒക്കെ ഉള്ള ഒരു നാട്ടിനകത്ത് ആളുകൾ എങ്ങനെ പ്രണയിക്കുന്നതിനും വലിയ ചിലവാണ്. കാരണം രഹസ്യമായ ഇടങ്ങളുണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇയാൾ ഓയോ മുറിയെ പറ്റി എന്നോട് പറഞ്ഞിട്ടിരിക്കുന്നത്. പബ്ലിക് പാർക്കിലിരുന്ന ആൾക്കാർക്ക് സംസാരിക്കാനും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വേറൊരാൾക്ക്, മൂന്നാമതൊരാൾക്ക് ദ്രോഹമുള്ളൊരു പ്രവൃത്തി രണ്ടുപേര് പ്രണയിച്ച് ഉമ്മ വയ്ക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് എന്ത് സംഭവിക്കുന്നു? കത്തി കൊണ്ട് കുത്തുന്ന വല്ലവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ആൾക്കാർ വിഷമിക്കുന്നത്? അവർക്ക് കിട്ടുന്ന എനിക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിനെയാണ് സദാചാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്നല്ലോ ഒരു ചിലവുമില്ല. ഗോത്രത്തിലുണ്ടായിരുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഒരു ചിലവുമില്ല. ഒരു പൂ പറിച്ച് പോയാൽ മതി. രണ്ടുപേര് പോയിട്ട് ഒരു തോട്ടിൻ്റെ കരയിൽ ഇരുന്നിട്ട് വെള്ളം ഒഴുകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇരുന്ന് കാര്യം പറയുന്നതാണ്, ഉമ്മ വയ്ക്കുന്നതാണ്, ഒന്നിച്ച് കുളിക്കുന്നതാണ്, ഒന്നിച്ച് കളിക്കുന്നതാണ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോക്കുന്നതാണ്. ഇതൊക്കെ അവർ ചെയ്യുന്നതിന് വേറെ ആർക്കെങ്കിലും നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണോ? ഒന്നുമല്ല. നിയന്ത്രിക്കണം, ഇവരെ നമുക്ക് ഉപയോഗിക്കണം. ഞങ്ങളുടെ സാധനങ്ങളായിട്ട് അവരെ കാണുന്നത് കൊണ്ടാണ്, വസ്തുക്കളായിട്ട് ആളുകളെ കാണുന്നതുകൊണ്ടാണ്. ആടും കടുവായൊക്കെ, ആടിനെയും പട്ടിയൊക്കെ വളർത്തുന്ന പോലെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ അനുവദിക്കാത്തത്. കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥയല്ലേ നമ്മുടെ? ആ കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥ എന്ന് പറയുന്നത് ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഇടമാണ്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള ആളുകളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അനുസരണം പഠിപ്പിക്കുന്നത്. അച്ചടക്കവും അടക്കവും ഒതുക്കവും പഠിപ്പിക്കുന്നതിന് വേറെ ആൾക്കാർക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളെയാണ്. ആടിനെ വളർത്തുമ്പം കൊഴുപ്പിക്കുന്നത് ആടിന് വേണ്ടിയല്ല. ആടും കോഴിയൊക്കെ
കുഞ്ഞാട് എന്നൊക്കെ പറയത്തില്ല നമ്മൾ. ആടും കോഴിക്കും, ആടിനെയും കോഴിയും നമ്മൾ വളർത്തുന്നത് ആടിനും കോഴിക്കും വേണ്ടിയല്ല, നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് തിന്നാനാണ്. അന്നേ ആ ആടിന് മനസ്സിലാകത്തുള്ളൂ, അയ്യോടാ ഇതിനാണ് ഇത്രയും ദിവസം എനിക്ക് ഭക്ഷണം തന്നതെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്ന എപ്പോഴാണ്. അങ്ങനെ വളർത്തുന്ന ആൾക്കാരുടെ ലോകമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര പാടാണ്, അത് സംശയമൊന്നുമില്ല. ഇയാൾ പറഞ്ഞതല്ല, വലിയ ചിലവാണ്. അത് അവരുടെ പ്രശ്നമാണ്. അല്ലാതെ പ്രണയിക്കുന്നതിന് ഒരു രൂപ ചിലവിലുണ്ടാകത്തില്ല. പരസ്പരം സ്നേഹിച്ച് നടക്കുന്നതിന്, കയ്യെ പിടിച്ച് നടക്കുന്നതിന്, പാട്ടുപാടി നടക്കുന്നതിന് ആകെപ്പാടെ വല്ല ഐസ്ക്രീം മേടിക്കുന്നിടത്ത് മാത്രമാണ് ഒരു കാശിൻ്റെ കാര്യം വരുന്നത്. ഇനി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും മറ്റുള്ളവർ അവർ ഉപദ്രവിക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് തുറസായ ഏത് പ്രദേശത്തും ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞ മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് എത്ര ചിലവാണ് ഇയാൾക്കുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് വേണം, കാരണം തിരക്കുള്ള ഒരു പ്രദേശത്ത് മലമൂത്ര വിസർജനം ചെയ്യാൻ നമുക്കൊരു പ്രൈവസി വേണ്ടി വരുമ്പോൾ നമുക്ക് കക്കൂസും കുളിമുറിയൊക്കെ വേണം. ഇതുപോലുള്ളൊരു മീനിങ്ങിനകത്താണ് ഇയാൾ പറയുന്ന ഓയോ സാധനം നിൽക്കുന്നത്. അത് തിരക്കുള്ളതിൻ്റെ നടുവിൽ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടാണ്. അല്ലാതെ ഈ ഇത്രയും വലിയൊരു പ്രദേശത്ത് ആൾക്കാർക്ക് കാട്ടിലിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ലൈറ്റും ടോർച്ചുമായിട്ട് പുറകെ പോയി പോലീസുമായിട്ട് ചെന്നിട്ട് അവരെ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങളായി ഇത് മുഴുവൻ മാറിപ്പോയി. അതുകൊണ്ടാണ് ഒളിച്ച് ചെയ്യുന്നത്, മറവിൽ ചെയ്യണം ബാധ്യത വന്നതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായ അസൂയ അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നു എന്ന് തോന്നുന്നതും പുരുഷന്മാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ നിൽക്കുന്നതായിട്ടുള്ള ലോകം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നം അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇരുട്ടത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കണ്ടിട്ട് ഉടനെ ഒരു അസൂയ ഉണ്ടായി ആ ബന്ധത്തിനെ തകർക്കാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രൈവസിയുടെ ലോകങ്ങളുണ്ടായത്, അസൂയ ജനിപ്പിക്കാതിരിക്കാൻ വേണ്ടി. അത്രേ അർത്ഥമേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കുന്ന ഒരാളിന് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ അങ്ങോട്ട് പോയിരിക്കുന്ന അവിടോട്ട് പോയി നമ്മൾ നോക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള മര്യാദകളുള്ളവർക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. അല്ലാതെ ചിലവൊന്നുമില്ല. പ്രണയിക്കുന്നതിനല്ല ചിലവ്, ജീവിക്കുന്നതിന് ചിലവ് കൂടുതലാണ്. അത് വേറെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടായി. അല്ലാതെ പ്രണയിക്കുന്നതിന് ഒരു ചിലവുമില്ലല്ലോ. പാട്ടും പാടി കയ്യെ പിടിച്ച് ഡാൻസ് ചെയ്ത് ഓടി നടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒന്നും ചിലവില്ല. ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ചിലവുണ്ടാകുന്നത്. ഇപ്പോൾ മൈത്രേൻ്റെ മനസ്സിലെ പ്രണയസങ്കല്പങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രണയങ്ങളും ഒക്കെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു തലം മാറും. നമ്മുടെ ഒരു ചോദനയ്ക്കപ്പുറത്തേക്ക് ചിലപ്പോൾ തലച്ചോറ് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മളിതിനെ അനുഭവിക്കുന്നത്. അതേ പറ്റിയിട്ട് മൈത്രേയൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഈ കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറയുന്നത് നമ്മളുടെ ഈ പാട്ട് പാടാനും സംഗീതത്തിൻ്റെയൊക്കെ പറയുന്നത് പോലുള്ള കഴിവ് പോലെ തന്നെയാണ്. അതെല്ലാം പ്രായം കൊണ്ട് ഈ കഴിവുകളെല്ലാം കുറയും, അതിന് സംശയമൊന്നും വേണ്ട. നമ്മൾ ഇമാജിൻ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അത് ഈ ഇപ്പോഴുള്ള കാൽപ്പനിക പ്രണയം പോലെ ആകും പ്രായകാലത്തെ, അത് സംശയമൊന്നും വേണ്ട. അതിനകത്ത് അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടത്തോടെ പെരുമാറാൻ പറ്റുന്നു, അത്രയും വരെ കഴിയുള്ളൂ. ഇപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പണ്ട് കാലത്ത് എനിക്ക് കഴിയുമായിരുന്ന തരത്തിൽ എനിക്കിപ്പോൾ അത് കഴിയുകയില്ല. വെറുതെ നമ്മൾ ആലോചിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഒരു തമാശയുണ്ട്. ഒരു പ്രായമായ ഒരാൾ ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അയാൾ പ്രണയിക്കുന്നതിനെ പറ്റിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ്, അമ്മാച്ച ഇതൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്തേ ഉള്ളു. അപ്പം അയാൾ പറഞ്ഞ് അത് അങ്ങനെയാണെന്ന് എനിക്കറിയാം, ഇത് താഴോട്ടൊന്ന് ഇറക്കാൻ പറ്റുമോ എന്നറിയാനാണ് എൻ്റെ അടുത്ത് വന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് പ്രായം കൊണ്ട് അങ്ങനെ തന്നെ ആകും. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യരോട് പരസ്പരം പെരുമാറാൻ, കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ഇതിനൊന്നും ഒരു തടസ്സവും ഇല്ല. പരസ്പരം മസാജ് ചെയ്യുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? പരസ്പരം ഉമ്മ വയ്ക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടിയെ ഉണ്ടാക്കി വളർത്തുക എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് ഒരു കാലഘട്ടത്തിനകത്ത് ചെയ്താൽ മതി. അല്ലാതെ എല്ലാവരും എല്ലാ ലൈംഗിക ബന്ധത്തിനകത്ത് കുഞ്ഞുണ്ടാകത്തും ഇല്ലല്ലോ. അതും നമ്മൾ അറിയേണ്ടതാണ്. അല്ലാതെ എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് പ്രണയപരമായി ചെയ്യാൻ പറ്റും. പ്രായമാകുന്ന സമയത്ത് സൗഹൃദത്തിൻ്റെ ലോകങ്ങളാണ് രൂപപ്പെടുന്നത്. അല്ലാതെ മക്കളെല്ലാം പേടിക്കുന്ന അമ്മയും അച്ഛനും പ്രണയിച്ച് ഇനിയും കൊച്ചുണ്ടായി പോയാൽ നമ്മുടെ സ്വത്ത് പോകും എന്നുള്ള പേടി കൊണ്ടാണ് ഈ അമ്മയും അച്ഛനും, അല്ലെങ്കിൽ എല്ലാ അമ്മയ്ക്കും അച്ഛനും ഒറ്റപ്പെട്ടു പോയി വീടുകളിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇണകളെ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ബുദ്ധിയുള്ള മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇണകളെ കണ്ടെത്താൻ അനുവദിക്കുന്ന സമൂഹമാണ് ഉണ്ടാകണം. മക്കൾക്കോ അനുവദിച്ചില്ല, അവർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ബോധം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്.
തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ മൈത്രേയൻ നടത്തുന്ന ഒരു പ്രവർത്തനമുണ്ട്. കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച കുറേ സമയം സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടിനെ കുറിച്ച് ബോധേടാണോ? റിസൾട്ടിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ മരങ്ങൾ നടുന്നത് പോലെ അതിൻ്റെ ഫലം ഉണ്ടാകുക എന്ന് പറയുന്നത് അടുത്ത 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് നമുക്ക് അറിയാനൊക്കത്തില്ല. അപ്പം നമുക്കത് നട്ടുകൊണ്ടേയിരിക്കാനേ പറ്റുള്ളൂ. നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ റിസൾട്ട് കാണണമെന്ന് ആലോചിച്ചാൽ ലോങ് ടൈം ആയിട്ടുള്ള ആയിരക്കണക്കിന് പ്രവൃത്തിയുണ്ട്. അതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ആരോ ഇതുപോലെ ചെയ്തതിൻ്റെ ആണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പ്രവർത്തിച്ച ആൾക്കാരാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. റിലേറ്റീവായ സ്വാതന്ത്ര്യമാണത്. ഇതിനേക്കാളും കൂടുതൽ അടുത്ത ഞാൻ എവിടെയാണോ ജീവിച്ചിരിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സമൂഹം നിർമ്മിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്. അത് ചെയ്യുക എന്നുള്ളതാണ്. ഓ, ഇനി ഒരുപാട് വനവൽക്കരണം നടക്കട്ടെ. ശരി, താങ്ക് യു. മൈത്രേയനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇയാൾ പറയുമ്പോൾ എനിക്ക് കോരിധരിക്കുന്ന ആളാണ്. ഇടയ്ക്കൊക്കെ കാണണം കേട്ടോ. മൈത്രേയനെ കണ്ടൊന്ന് ഹഗ്ഗൊക്കെ ചെയ്താൽ സന്തോഷം ഇരട്ടിക്കുമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ മൈത്രേയൻ അനുവദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുവദിക്കുന്നതാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. ശരി.